നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേറ്ററ്റിന് ആവശ്യമായിട്ടുള്ള EVSൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ്. 30 ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചു വന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. 61ാമത്തെ ചോദ്യം തൊട്ടായിരുന്നു EVS. ആഹാര ശൃംഖലയിലെ ഹരിത സസ്യങ്ങൾ എപ്പോഴും ആദ്യ കണ്ണികൾ ആകുന്നു എന്തുകൊണ്ട്? ഓപ്ഷൻ എ എണ്ണം കൂടുതൽ, ഓപ്ഷൻ ബി പിണ്ഡം കൂടുതൽ, ഓപ്ഷൻ സി ആഹാരം സ്വയം നിർമ്മിക്കുന്നു, ഓപ്ഷൻ ഡി ആഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ മാറ്റാം. ആഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരല്ല സസ്യങ്ങൾ സ്വന്തമായാണ് എന്ത് ചെയ്യുന്നത്? ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. ആഹാരം സ്വയം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആഹാര ശൃംഖലയിലെ ഹരിത സസ്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആദ്യ കണ്ണികളായിട്ട് വരുന്നത്. മാംസ്യഭൂക്കുകളെ നമ്മൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? മാംസ്യഭൂക്കുകൾ എന്ന് പറയുമ്പോൾ അത് മറ്റ് ജീവികളെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഒരാളെ വേട്ടയാടിയാണ് മറ്റൊരാൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു സ്വദേശി അല്ലെങ്കിൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സസ്യങ്ങളെ അപേക്ഷിച്ച് സസ്യങ്ങൾ എപ്പോഴും സ്വന്തമായാണ് ആഹാരം നിർമ്മിക്കുന്നത്, അല്ലേ? നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടാണ്? ഹരിതകത്തിലാണ്. അതായത് ഇലകളിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. നമുക്കറിയാം സസ്യങ്ങളിൽ ഇലകളിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യാണ്? ഓക്സിജൻ അല്ല അവിടെ വേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ ജലവുമായി കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസും ജലവും ഒക്കെ ഉണ്ടാകുന്നു. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും തമ്മിൽ ചേരുമ്പോഴാണ് അന്നജം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ സ്വീകരിക്കുന്നത് ഓക്സിജനെയും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയുമാണ്. അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, കാരണം അവിടെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം ഇല്ല. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 62ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് നിരന്തര മൂല്യനിർണ്ണയത്തിനുള്ള ഒരു ഉപാധി കണ്ടെത്തുക. നിരന്തര മൂല്യനിർണ്ണയത്തിനുള്ള ഒരു ഉപാധിയാണ് കണ്ടെത്തേണ്ടത്. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, നിരീക്ഷണം, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാം, അല്ലേ? റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വിഷയം എടുത്ത് വെച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ചാർട്ടിലൊക്കെ വരച്ച് നമ്മൾ രേഖപ്പെടുത്തുന്നത്. കുട്ടികൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ, ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുന്നതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഉണ്ട് ഇല്ല എന്നതിനപ്പുറം ആഴത്തിൽ കുട്ടികളെ അറിയാൻ വേണ്ടിയുള്ളതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഒരു അടിവരയിട്ട് പറയാനുള്ളത് നിരന്തര വിലയിരുത്തൽ, നിരന്തര മൂല്യനിർണ്ണയമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഉത്തരം എന്താണ്? നിരീക്ഷണമാണ്. ഒരു കുട്ടിയെ നിരന്തരം ഒന്ന് നിരീക്ഷിച്ച് നോക്കേ, നിരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് മൂല്യനിർണ്ണയം നടത്താൻ പറ്റും. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 63ാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്, അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ ഏതാണ്? ഞാൻ കഴിഞ്ഞ ചോദ്യ പേപ്പറിലും പറഞ്ഞതാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉള്ളത്. പഠിച്ചു വെക്കണം, 78%. ഓക്സിജൻ ആണെങ്കിൽ എത്ര ശതമാനമാണ്? 21 എന്നും പറയുന്നുണ്ട്. 20% കറക്റ്റായിട്ട് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.03% കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലുള്ളത്. ആർഗണോ 0.93% ആർഗണാണ് അന്തരീക്ഷത്തിലുള്ളത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അന്തരീക്ഷം എടുത്താൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണെങ്കിൽ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ ആണെങ്കിൽ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ പ്രപഞ്ചം എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ എടുക്കാം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. രണ്ടാമതാണ് ഏതാണ്? ഹീലിയമാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. 78% നൈട്രജനാണ് അന്തരീക്ഷത്തിലുള്ളത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
64-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ ശരിയായ മാറ്റം. ഞാൻ കുറച്ച് ഊർജ്ജമാറ്റങ്ങൾ പറയാം, വളരെ സിമ്പിളാണ്. നമുക്ക് ഡൈനാമോ എടുത്തു കഴിഞ്ഞാൽ അതിൽ നടക്കുന്നത് എന്താണ്? ഡൈനാമോയിൽ നടക്കുന്നത് യാന്ത്രികോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രകാശ സംശ്ലേഷണം എങ്ങനെ എടുക്കാം? പ്രകാശോർജം എന്തായിട്ട് മാറുകയാണ്? ഒരു രാസോർജം, ഒരു കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. ഇവിടെ ഉത്തരമായിട്ട് ഏതാണ് വരുന്നത്? പ്രകാശോർജം രാസോർജമായി വരുന്നു. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട്. അപ്പോൾ പ്രകാശോർജം എന്തായി മാറുന്നു? രാസോർജമായി മാറുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന എന്ത് ചെയ്യുന്നത്? ഊർജ്ജമാറ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്? ഫാനിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ കറങ്ങുന്നു, ഇതല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഫാനിൽ എന്താണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം കൊടുക്കുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതി ഉണ്ടാവുന്നു. വൈദ്യുതി വഴി എന്തുണ്ടാവുന്നു? അവിടെ ഒരു യാന്ത്രികോർജ്ജം വർക്ക് ചെയ്യുകയാണ്. ഫാൻ എന്ത് ചെയ്യാണ്? കറങ്ങുകയാണ്. വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജമായി മാറുകയാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് പ്രകാശ കൈമാറ്റങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇന്നതൊക്കെ ചോദിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. 65-ാമത്തെ ചോദ്യം. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി പഠിച്ചു വെക്കണേ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹോർട്ടിക്കൾച്ചറാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കറിയാം സെറി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറികൾച്ചർ, പട്ടുനൂൽ കൃഷിയാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ കൃഷിയാണ്. വെർമി കൾച്ചർ എന്താണ്? വെർമി കൾച്ചർ മണ്ണിരയാണ്. പഠിച്ചു വെക്കണേ. വെർമി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് പഠനമാണ്? എന്ത് ശാസ്ത്രീയ കൃഷി രീതിയാണ്? മണ്ണിരയാണ്. പഠിച്ചു വെക്കണേ. പി സി കൾച്ചർ എന്താണ്? പി സി കൾച്ചർ മത്സ്യമാണ്. പി സി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യ ഉൽപാദനത്തിനാണ് പി സി കൾച്ചർ എന്നറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ എപ്പികൾച്ചർ എന്താണ്? എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ കൃഷി രീതിയാണ് എന്ത് വിളിക്കുന്നത്? എപ്പികൾച്ചർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വിറ്റികൾച്ചർ എന്താണ്? വിറ്റികൾച്ചർ മുന്തിരി കൃഷിയാണ് വിറ്റികൾച്ചർ എന്നറിയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ സിൽവി കൾച്ചർ മാറിപ്പോയല്ല. സിൽവി കൾച്ചർ എന്താണ്? വനപരിപാലനമാണ് സിൽവി കൾച്ചർ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 66-ാമത്തെ ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക. ചാക്രിഹാരോഹണ രീതി ആരുടെയാണ്? ചാക്രിഹാരോഹണ രീതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പഠിക്കുന്ന ചാക്രിഹാരോഹണ രീതി, സർപ്പിള രീതി എന്നൊക്കെ അറിയപ്പെടുന്നത് ജെറോമസ് ബ്രൂണറുടെയാണ്. ഒരിക്കലും ബെഞ്ചമിൻ ബ്ലൂം അല്ല. അത് തെറ്റാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ശരിയായ ജോഡി കണ്ടെത്തുക. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം ആരാണ്? വൈഗോട്സ്കി ആണ്. അത് ശരിയാണ്. ജ്ഞാനനിർമ്മിതിവാദം ബ്രൂണർ എന്ന് പറയുന്നത് തെറ്റാണ്. ജ്ഞാനനിർമ്മിതിവാദം ആരാണ്? ജീൻ പിയാഷെ അല്ലേ? ജ്ഞാനനിർമ്മിതിവാദം ആരുടെയാണ്? ജീൻ പിയാഷെയാണ്. വ്യവഹാരവാദമാണ് JB വാട്സൺ. മാറിപ്പോവല്ലേ. അതുപോലെ തന്നെ ബോധനോദ്ദേശങ്ങൾ പിയാഷെയുടെ വർഗീകരണം അതും തെറ്റാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 66-ാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ബി. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം ആരുടെയാണ്? വൈഗോട്സ്കിയുടെയാണ്. പഠിച്ചു വെക്കണം. ജ്ഞാനനിർമ്മിതിവാദം ആരുടെയാണ്? ജീൻ പിയാഷെയുടെയാണ്. വ്യവഹാരവാദം ആരുടെയാണ്? JB വാട്സൻ്റെയാണ്. അതൊന്നും തിരിഞ്ഞു പോകരുത്. നമ്മൾ പഠിച്ചു വെക്കുക. എപ്പോഴും എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. 67-ാമത്തെ ചോദ്യം. സസ്തനികൾ മാത്രം ഉൾപ്പെട്ട ഗ്രൂപ്പിനെ കണ്ടെത്തുക. വവ്വാല്, കിവി, എലി, മുയൽ, തവള, എലി, തിമിംഗലം, വവ്വാല്, ഡോൾഫിൻ, തിമിംഗലം, എലി, തവള. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് കിട്ടും. എന്താണ്? പ്രസവിച്ചതിന് ശേഷം മുലയൂട്ടുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സസ്തനികൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? പ്രസവിച്ച് മുലയൂട്ടുന്നവർ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സസ്തനികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനാണ് തിമിംഗലം, വവ്വാല്, ഡോൾഫിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 68-ാമത്തെ ചോദ്യം. കിടപ്പുമുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ചെടിയുടെ സാന്നിധ്യം മൂലം രാത്രി മുറിയിൽ എന്താണ് സംഭവിക്കുക? ഞാൻ പറഞ്ഞു രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിട്ട് ഓക്സിജനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ മുറികളിൽ സസ്യങ്ങൾ വളർത്തിയാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ വായുവിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഓക്സിജൻ മാറി അവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുന്നത്?
സസ്യങ്ങൾ എന്താണ് മുറികളിൽ നമ്മൾ കിടപ്പ് മുറികളിൽ വെക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ സാന്നിധ്യം മൂലം രാത്രി മുറിയിൽ സംഭവിക്കുന്ന എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 69ാമത്തെ ചോദ്യം, സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വലിയ ഫേനം, ഓപ്ഷൻ ബി കോശഭിത്തി, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി സെൻട്രോമിയർ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പറയാം. സെൻട്രോമിയർ ഇല്ലേ? സെൻട്രോമിയർ എന്താണ്? ജന്തുകോശത്തിലാണ് കാണപ്പെടുന്നത്. സസ്യകോശങ്ങളിൽ സെൻട്രോമിയർ കാണുന്നത് കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രോമിയർ, പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ സഹായിക്കുന്ന സെൻട്രോമിയർ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. സസ്യകോശങ്ങളിൽ കാണാത്തതും ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതുമായ എന്താണ് ഒരു കോശഭാഗമാണ് ഏത്? സെൻട്രോമിയർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം റൈബോസോം എന്താണ്? മനുഷ്യ ശരീരത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന, മാംസ്യ നിർമ്മാണശാല എന്നറിയപ്പെടുന്ന ഏതാണ്? റൈബോസോമ. അതുപോലെ തന്നെ കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ എന്താണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വിസർജ്യം, സസ്യങ്ങളുടെ വിസർജ്യ അവയവല്ലേ ഫേനത്തിലല്ലേ എന്താണ് വിസർജ്യ അവയവം എന്ന് പറയുന്നത് സസ്യങ്ങളിലെ. ഈ ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗമല്ലേ ടോണോപ്ലാസ്റ്റ്. അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ ഈ യൂട്യൂബിൽ ചാനലിൽ നമ്മൾ കോശങ്ങളെ കുറിച്ചൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. 70ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? കോളറ, ക്ഷയം, മഞ്ഞപ്പിത്തം, കുഷ്ഠം. നമുക്കറിയാം കോളറ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. കോളറ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗം. ക്ഷയവും എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ക്ഷയം മാറ്റുന്നതിന് വേണ്ടിയുള്ള വാക്സിൻ അല്ലേ BCG വാക്സിൻ എന്നറിയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ്, കുഷ്ഠവും എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ഒരിക്കലും എന്താണ്, ഈ കുഷ്ഠം എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന രോഗമെന്ന് പറയുന്നത് കുഷ്ഠമാണ്. ഈ കുഷ്ഠ നിർണ്ണയിക്കുന്ന ടെസ്റ്റ് അല്ലേ ഹിസ്റ്റാമിൻ ടെസ്റ്റ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മഞ്ഞപ്പിത്തമാണ്. എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തമാണ്. പഠിച്ചു വെക്കുക. 71ാമത്തെ ചോദ്യം, മുഗാപ്പട്ട് ഉൽപാദനത്തിന് പ്രസിദ്ധമായ സംസ്ഥാനം മുഗാ സിൽക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആസാമാണ്. മുഗാപ്പട്ടിന് പ്രസിദ്ധമായ സ്ഥലം എവിടാണ്? ആസാമാണ്. പഠിച്ചു വെക്കണേ. ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ? ആസാമല്ല, അത് തെറ്റിപ്പോരുത്. ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ആനകളുള്ളതും ഏറ്റവും കൂടുതൽ കടുവകളുള്ളതും ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ എവിടെ? നമ്മുടെ കർണാടകയിലാണ്. പഠിച്ചു വെക്കണേ. ഏറ്റവും കൂടുതൽ പട്ടുള്ളതും ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ആനകളുള്ളതൊക്കെ എവിടെയാണ്? കർണാടകയാണ്. കർണാടകയുടെ തലസ്ഥാനമല്ലേ എന്താണ്? ബാംഗ്ലൂർ. പഠിച്ചു വെക്കണേ. കർണാടകയുടെ തലസ്ഥാനം ഏതാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് കെമ്പഗൗഡയാണ്. നമുക്കറിയാം കെമ്പഗൗഡ എയർപോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന അവിടെ അല്ലേ. അപ്പോൾ കെമ്പഗൗഡയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബാംഗ്ലൂർ, അതായത് ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? കെമ്പഗൗഡ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മുഗാപ്പട്ട് ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം ആസാമ. ആസാമിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ബ്രഹ്മപുത്ര, അതായത് ആസാമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയല്ലേ ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് എന്താണ്? ജമുന എന്ന പേരില്ല. PSCയുടെയൊക്കെ സ്ഥിരം ചോദ്യമാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ഈ ആസാമിലല്ലേ നമ്മുടെ എന്താണ് തേയിലയ്ക്ക് പ്രസിദ്ധമായ കുന്നുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. 72ാമത്തെ ചോദ്യം, കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതി. കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതി. സെമിനാർ, ഓപ്ഷൻ ബി പ്രോജക്റ്റ്, ഓപ്ഷൻ സി അസൈൻമെൻറ്റ്, ഓപ്ഷൻ ഡി ഫീൽഡ് ട്രിപ്പ്. നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടാം. കുട്ടി എന്താണ്? അനുഭവങ്ങളിലൂടെയാണ് പഠനം നടത്തുന്നത്. സൈക്കോളജിയുടെ പ്രധാന ഭാഗവും അതാ. കുട്ടികൾ എന്താണ്? അനുഭവങ്ങളിലൂടെയാണ് പഠനം നടത്തുന്നത്. അതായത് ഒരു ഫീൽഡ് ട്രിപ്പിലൂടെ കുട്ടികൾ അറിയുകയാണ്. അതാണ് എന്താണ് മൃഗശാല എന്ന് കുട്ടി അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. ഇപ്പോൾ മൃഗശാലയിൽ ചെന്നിട്ട് ഓരോന്നിനെയും ഇങ്ങനെ കൂടുകളിൽ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് കുട്ടി എന്ത് ചെയ്യാണ്? അത് അനുഭവത്തിലൂടെയാണ് കുട്ടി അറിയുന്നത്. എന്താണ്? അതൊരു മൃഗശാലയാണ്, ഇവിടെ ഇത്ര മൃഗങ്ങളുണ്ട്. ഇതെല്ലാം കുട്ടി കണ്ണിൽ കാഴ്ചയിലൂടെ ഓരോ നിരീക്ഷണങ്ങളിലൂടെയാണ് കുട്ടി ഓരോന്നും കണ്ടെത്തുന്നത്. അപ്പോൾ എന്താണ്? ഫീൽഡ് ട്രിപ്പിലൂടെ എന്താണ്? കുട്ടിക്ക് നേരിട്ട് എന്താണ് പഠനം, അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ ഒരു പഠന രീതിയാണ് ഏത്? ഈ പറഞ്ഞ ഫീൽഡ് ട്രിപ്പ്. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് എടുക്കാം. അതൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന ഉത്തരങ്ങളാണ്.
73-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണ്? പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണ്? കുട്ടികൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു. അതൊരു എന്താണ് പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് അത് ചേരുന്നതാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ കുട്ടികൾ സംശയങ്ങൾ ഉന്നയിക്കുന്നതും വരുന്നതാണ്. ടീച്ചർ ആശയം വിശദീകരിക്കുന്നു. ടീച്ചർ ആശയം വിശദീകരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ എന്താണ് പ്രസക്തി? കുട്ടികളാണ് ചർച്ച ചെയ്ത് ഓരോ കാര്യങ്ങളും വിശദീകരിക്കേണ്ടതും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ പ്രശ്നത്തിൻ്റെ പരിഹാരം കുട്ടികൾ കണ്ടെത്തും, അതും ശരി. ഇവിടെ തെറ്റായിട്ട് വരുന്ന ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ആശയം വിശദീകരിക്കുന്നത്. അപ്പോൾ പ്രസ്താവന ഒന്ന് പഠിച്ചു വെക്കണേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്ത എന്താണ്? ടീച്ചർ ആശയം വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 74-ാമത്തെ ചോദ്യം, ഖനജലം എന്നത് ഓപ്ഷൻ എ ഖനലോഹങ്ങൾ ലയിച്ചു ചേർന്ന ജലം, ഉയർന്ന ശുദ്ധതയുള്ള ജലം, ഉയർന്ന അളവിൽ ഡ്യൂറ്റീരിയം അടങ്ങിയ ജലം, ഉയർന്ന സാന്ദ്രതയുള്ള ജലം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉയർന്ന അളവിൽ ഡ്യൂറ്റീരിയം അടങ്ങിയ ജലമാണ് ഖനജലം. നമുക്കറിയാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഇതിൽ ഖനജലം എന്നതെന്ന് പറയുന്നത് ഉയർന്ന അളവിൽ ഡ്യൂറ്റീരിയം അടങ്ങിയ ജലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഖനജലം എന്ന് വിളിക്കാം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. 75-ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത്? അതായത് ഒരു സൗരയൂഥം എടുത്തു കഴിഞ്ഞാൽ അതിൽ നടുക്ക് നിൽക്കുന്നത് സൂര്യനാണ്. ഇതിന് ചുറ്റും ഓർബിറ്റലുകളുണ്ട് അല്ലേ? ഇതിന് ചുറ്റും ഭ്രമണപഥമുണ്ട്. അതാണ് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത്. ആ ഭ്രമണപഥത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന, അതായത് സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്ന, പരിക്രമണം ചെയ്യുന്ന 8 ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഓരോ ഓർബിറ്റലുകളിലാണ്, ഓരോ ഭ്രമണപഥത്തിലാണ് ഓരോ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, സൂര്യനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതെന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. സൂര്യന് തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബുധനാണ്. പഠിച്ചു വെക്കണേ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്, ബുധനാണ്. പഠിച്ചു വെക്കാം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന മെർക്കുറി, ബുധൻ എഴുതി വെക്കാൻ പാടില്ല. ഉത്തരം വരുന്നത് ശുക്രനാണ്. പഠിച്ചു വെക്കുക. ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അതുപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം, ഉപഗ്രഹമല്ല, ഉപഗ്രഹം ടൈറ്റൻ ആണ്. ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുക്രനാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കാം. അപ്പോൾ വീനസ് ആണ് അവിടെ ഉത്തരം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അതുപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് ശുക്രൻ. ഒരിക്കലും മെർക്കുറി, ബുധൻ എഴുതി വെക്കല്ലേ. അപ്പോൾ സൂര്യനോടായിട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം ഏതാണ്? ബുധനാണ്. അത് പഠിച്ചു വെക്കുക. 76-ാമത്തെ ചോദ്യം, പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടത് ഏത്? പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചു നീലവിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? മത്സ്യോൽപാദനമാണ്. നീലവിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യോൽപാദനം. ധവളവിപ്ലവം എന്താണ്? ധവളവിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലുൽപാദനമാണ്. ധവളവിപ്ലവം എന്ന് പറഞ്ഞാൽ പാലുൽപാദനം. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നതല്ലേ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യനാണ്. ലോക ക്ഷീരദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 1 അല്ലേ? ലോക ക്ഷീരദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? ജൂൺ 1 ആണ്. ദേശീയ ക്ഷീരദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26 പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദ് ആണെങ്കിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കൂർണാലാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ pH മൂല്യം, നമ്മുടെ പാലിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 6.5 ആണ്. പാലിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 6.5 ആണ്. അതുപോലെ തന്നെ പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമല്ലേ ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമാണ് ഇത് ലാക്ടോമീറ്റർ. അതുപോലെ തന്നെ പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതല്ലേ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. അത് കണ്ടെത്തിയത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് പറഞ്ഞാണ് പോയത്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ വരുന്നത് പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ എ ആണ്, സുവർണ വിപ്ലവമാണ് പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടത്. പഠിച്ചു വെക്കണേ. വെള്ളി വിപ്ലവം മുട്ട ഉൽപ്പാദനമാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. 77-ാമത്തെ ചോദ്യം, നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ശേഷി എല്ലാ കുട്ടികളും ആർജിച്ചിട്ടില്ല എന്ന പ്രശ്നം ടീച്ചറിന് അനുഭവപ്പെട്ടു. ഇത് പരിഹരിക്കാൻ അവലംബിക്കാവുന്ന ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ്?
ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, ക്രിയാ ഗവേഷണമാണ്. സ്റ്റീഫൻ എം കോറിയുടെ ആക്ഷൻ റിസർച്ച് ക്രിയാ ഗവേഷണമാണ്. നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ശേഷി എല്ലാ കുട്ടികളും ആർജിച്ചിട്ടില്ല എന്ന പ്രശ്നം ടീച്ചറിന് അനുഭവപ്പെട്ടു. ഇത് പരിഹരിക്കാൻ ഏതാണ്? ക്രിയാ ഗവേഷണമാണ്. കേസ് സ്റ്റഡി എടുക്കൂ. കേസ് സ്റ്റഡി എന്താ എടുക്കാതെ? ഒരു കുട്ടിയെ മാത്രം എന്താണ് പഠനം നടത്തുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത 78ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മണ്ണ് ദിനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡിസംബർ 5 ആണ് എന്ത് ചെയ്യുന്നത്? അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർച്ച് 22, എപ്പോഴും കേട്ടിട്ട് ചോദിക്കുന്ന മാർച്ച് 22 ലോക ദേശീയ എന്താണ്? ജലദിനം. ലോക ജലദിനം എന്നറിയപ്പെടുന്ന മാർച്ച് 22. പഠിക്കാൻ എളുപ്പം, വജകക്ഷ. എന്താണ്? വജകക്ഷ. മാർച്ച് 21 വനദിനമാണെങ്കിൽ മാർച്ച് 22 ജലദിനമാണ്. വജകക്ഷയാണ്. മാർച്ച് 21 എന്ന് പറയുന്നത് വനദിനം, മാർച്ച് 22 ജലദിനം. അതുപോലെ തന്നെ മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ നമുക്കറിയാം ജനുവരി 30 എന്ത് ദിനമാണ്? ജനുവരി 30 രക്തസാക്ഷി ദിനം എന്നറിയപ്പെടും. നമ്മുടെ ഗാന്ധിജി മരണപ്പെട്ടത് ജനുവരി 30 അല്ലേ? അപ്പോൾ ജനുവരി 30 എന്താണ്? രക്തസാക്ഷി ദിനം എന്നൊക്കെ അറിയപ്പെടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുഷ്ഠരോഗ ദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം എന്നാണ് ഈ പറഞ്ഞ ജനുവരി 30. ഫെബ്രുവരി 4 എന്താണ്? ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 എന്താണ്? ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 എന്താണ്? തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ ആണ്. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. അതുപോലെ തന്നെ ഡിസംബർ 5 എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു ലോക മണ്ണ് ദിനമാണ്. പഠിച്ചു വെക്കണം. ലോക മണ്ണ് ദിനം എന്താണ്? ഡിസംബർ 5. നവംബർ 14 പ്രമേഹ ദിനമാണ്. നവംബർ 14 എന്താണ്? പ്രമേഹ ദിനമാണ്. നവംബർ 12 എന്താണ്? പക്ഷി നിരീക്ഷണ ദിനമാണ്. നമ്മുടെ സലീം അലിയുടെ ജന്മദിനമാണ്. ഒക്കെ പഠിച്ചു വെക്കുക. നവംബർ 11 വിദ്യാഭ്യാസ ദിനമാണ്. നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാന്റെ ജന്മദിനമാണ്. വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 11. ഒക്ടോബർ 15 എന്താണ്? ഒക്ടോബർ 15 എന്താണ്? എന്താണ്? വിദ്യാർത്ഥി ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 15. വിദ്യാർത്ഥി ദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഒക്ടോബർ 15. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. ദിനങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ദിനങ്ങളുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ഏപ്രിൽ 11 പാർക്കിൻസൺ ദിനമാണ്. ഏപ്രിൽ 11 എന്താണ്? പാർക്കിൻസൺ ദിനമാണ്. ഏപ്രിൽ 17 ഹീമോഫിലിയ ദിനമാണ്. ഏപ്രിൽ 17 എന്താണ്? ഹീമോഫിലിയ ദിനമാണ്. സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ദിനമാണ്. പഠിച്ചു നോക്കണം. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 79ാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ഊർജം കെൽവിൻ, ബലം ജൂള്, ഊഷ്മാവ് ന്യൂട്ടൺ, ആവർത്തി ഹെഡ്സ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? നമുക്ക് നോക്കാം. ഊർജം എനർജിയുടെ യൂണിറ്റ് കെൽവിൻ. തെറ്റാണ്. അതായത് താപത്തിൻ്റെ യൂണിറ്റാണ് കെൽവിൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റാണ് എന്ത്? കെൽവിൻ എന്ന് പറയുന്നത്. ഊർജം എന്താണ്? എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ബലം ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളല്ല, അത് തിരിഞ്ഞു പോയി, ന്യൂട്ടൺ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അതൊന്ന് പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ എന്താണ്? ഊഷ്മാവിൻ്റെ യൂണിറ്റ് എന്താണ്? ഊഷ്മാവിൻ്റെ യൂണിറ്റ് നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞു കെൽവിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്, ആവർത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. അത് ശരിയാണ്. 80ാമത്തെ ചോദ്യം, സൂര്യഗ്രഹണം സംബന്ധിച്ച് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. പഠിക്കാൻ എളുപ്പമാണ്. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ EMS നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയല്ലേ EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവാരാ? PT ചാക്കോ ആണ് അല്ലേ? അപ്പോൾ പഠിച്ചു വെക്കുക. ഇപ്പം EMS ആണ് എന്ത് ചെയ്യുന്നതാ? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം എന്താണ്? MES ആണ്. ചന്ദ്രഗ്രഹണം എന്താണ്? MES ആണ്. പഠിച്ചേ, സിമ്പിളാണ്. സൂര്യഗ്രഹണം EMS, ചന്ദ്രഗ്രഹണം MES. അതായത് EMS എന്താണ്? EMS എർത്തും സണ്ണിനും ഇടയ്ക്ക് എന്ത് വരികയാണ്? മൂൺ വരികയാണ് അല്ലേ? അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിൽ എന്താണ്? ചന്ദ്രൻ വരികയാണ്. നമുക്കത് ആ ഓപ്ഷൻ എവിടെ കിടക്കുന്നു? സൂര്യനും ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ. അത് തെറ്റാണ്. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? നമുക്ക് നോക്കാം. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ സഞ്ചരിക്കുന്നു. എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 80ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ സൂര്യഗ്രഹണം EMSഉം ചന്ദ്രഗ്രഹണം MESഉം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അമാവാസി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാണ് പൗർണമി. അതൊന്ന് നോട്ട് ചെയ്താണ്. ഇപ്പം ജനുവരി 2 അമാവാസി ആണെങ്കിൽ പൗർണമി എന്നാണ്? 15 ദിവസം കഴിഞ്ഞ് ജനുവരി 17 പൗർണമി ആയിരിക്കും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. 81ാമത്തെ ചോദ്യം, ശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ സ്വായത്തമാക്കാൻ ഏത് ശാസ്ത്ര പഠന മേഖലയുടെ ഭാഗമായി വിലയിരുത്താം?
അപ്പോൾ ശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ സ്വായത്തമാക്കാൻ ഏത് ശാസ്ത്ര പഠന മേഖലയുടെ ഭാഗമായി വിലയിരുത്താം? ഉത്തരം ഏത് വരും? വിജ്ഞാന മേഖല, പ്രയോഗ മേഖല, പ്രക്രിയാ മേഖല, മനോഭാവ മേഖല. ഇത് നമ്മുടെ എന്താണ് EVSൻ്റെ നമ്മൾ DLED പഠിച്ചാണെങ്കിൽ ആ സൈക്കോളജി ടെസ്റ്റിൻ്റെ സെക്കൻഡ് സെമ്മിലെ ടെക്സ്റ്റ് ബുക്കിൽ EVSൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കിടപ്പുണ്ട്. ശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ സ്വായത്തമാക്കാൻ ഏത് ശാസ്ത്ര പഠന മേഖലയുടെ ഭാഗമായി വിലയിരുത്തുക? ഓപ്ഷൻ എ ആണ്, വിജ്ഞാന മേഖലയാണ് ഉത്തരമായിട്ട് വരുന്നത്. 82ാമത്തെ ചോദ്യം, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? CV രാമൻ ജന്മദിനം, ഐസക് ന്യൂട്ടൻ്റെ ജന്മദിനം, DNA കണ്ടുപിടുത്തത്തിന് ഓർമ്മയ്ക്ക്, രാമൻ പ്രഭാവം പ്രഖ്യാപിക്കപ്പെട്ട ദിനം. ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, രാമൻ ഇഫക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് CV രാമന് നൊബേൽ സമ്മാനം കിട്ടിയെന്നാണ് 1930. ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കിട്ടുന്ന ഇന്ത്യക്കാരനല്ലേ രവീന്ദ്രനാഥ ടാഗോർ. 1913 ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കല്ലേ അദ്ദേഹത്തിന് കിട്ടിയത്. ശേഷമാണ് നമ്മുടെ ഫിസിക്സിന് CV രാമൻ എന്താണ് കണ്ടെത്തിയത്? രാമൻ പ്രഭാവം കണ്ടെത്തിയതിന് CV രാമന് 1930 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടുകയാണ്. അദ്ദേഹം എന്താണ് ഫെബ്രുവരി 28 ഈ പറഞ്ഞ രാമൻ പ്രഭാവം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 28 എന്താണ് ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ ശാസ്ത്ര ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 28. 83ാമത്തെ ചോദ്യം, ഇംപ്രൊവൈസേഷൻ വഴി നിർമ്മിക്കുന്ന പഠനോപകരണത്തിൻ്റെ സവിശേഷത. ഉത്തരം ഏതാണ് വരുന്നത്? വളരെ എളുപ്പമാണ്. വിദഗ്ധരുടെ സഹായത്താൽ നിർമ്മിക്കുന്നു, വില കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നു, പാഴ്വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുന്നു, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർമ്മിക്കുന്ന പഠനോപകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴ്വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുന്നു. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. 84ാമത്തെ ചോദ്യം, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ശ്രവ്യ പഠനോപകരണം, ദൃശ്യ പഠനോപകരണം, ദൃശ്യ ശ്രവ്യ പഠനോപകരണം, പ്രൊജക്റ്റഡ് ഉപകരണം. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ദൃശ്യ പഠനോപകരണമാണ് ബ്ലാക്ക് ബോർഡ്. നമ്മൾ കണ്ടല്ലേ പഠനം നടത്തുന്നത്, അതൊന്ന് നോട്ട് ചെയ്യാം. 85ാമത്തെ ചോദ്യം, മാക്കോമാർക്ക് ലാജർ വർഗീകരണത്തിൻ്റെ പ്രക്രിയാശേഷികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എന്താണ്? മാക്രോമാർക്ക് യാജർ വർഗീകരണത്തിൽ പ്രക്രിയാശേഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിരീക്ഷണം വരുന്നതാണ്, വർഗീകരണം വരുന്നതാണ്, അതുപോലെ തന്നെ നിഗമനം വരുന്നതാണ്. വരാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്രോഡീകരണം വരുത്തില്ല. അപ്പോൾ മാക്രോമാർക്ക് യാഗറിൻ്റെ എന്താണ് പ്രക്രിയാശേഷികളുടെ പട്ടികയിൽപ്പെടുന്നത്? ഒന്ന് നിരീക്ഷണം, വർഗീകരണം, നിഗമനം. പഠിച്ചു വെക്കണേ. 86ാമത്തെ ചോദ്യം, ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. ആഹാര സംഭരണികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മരച്ചീനി എന്താണ്? ആഹാര സംഭരണിയാണ്. ഉരുളൻകിഴങ്ങാണോ? അത് നോക്കാം. ഓപ്ഷൻ സി ആയ ബീട്രൂട്ട് ഒരു ആഹാര സംഭരണിയാണ്. ക്യാരറ്റ് ഒരു ആഹാര സംഭരണിയാണ്. ഉരുളക്കിഴങ്ങ് ഒരിക്കലും എന്താണ്? ഒരു ആഹാര സംഭരണിയായിട്ട് നമുക്ക് പറയാൻ കഴിയും. അവിടെ ഉത്തരമായിട്ട് ഓപ്ഷൻ ബി ആണ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂസിക് ആസിഡ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്യാരറ്റിലുള്ള വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിലുള്ള വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ബീട്രൂട്ടിലുള്ളത് ഏതാണ്? ബീറ്റാ സയാനിനാണ്. പഠിച്ചു നോക്കണേ. ബീട്രൂട്ടിലുള്ള വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ സയാനിനാണ്. 87ാമത്തെ ചോദ്യം, എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ഉറപ്പാക്കാനായി ടീച്ചർ നടത്തുന്ന വിലയിരുത്തലിനെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക? എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ഉറപ്പാക്കാനായാന്നേ ടീച്ചർ നടത്തുന്ന വിലയിരുത്തലിനെ ഏത് വിലയിരുത്തൽപ്പെടുത്താം? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം എന്താണ്? പഠനത്തെ വിലയിരുത്തൽ തന്നെ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ടേം മൂല്യനിർണ്ണയം. എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ഉറപ്പാക്കാനായി ടീച്ചർ നടത്തുന്ന വിലയിരുത്തൽ എന്താണ്? പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അതായത് ആ പഠനം എത്രത്തോളമായി എന്നുള്ള രീതിക്ക് എന്താണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് വിലയിരുത്തൽ നടത്തുമ്പോൾ എന്താണ് ആ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ഉറപ്പാക്കാനായോ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന. അവരുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 88, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ കണ്ടെത്തുക. ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ് ഉപയോഗിച്ചും ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചും പരിഹരിക്കാം. അസ്റ്റിഗ്മാറ്റിയം പരിഹരിക്കുന്നതിന് ബൈകോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ഹ്രസ്വദൃഷ്ടി കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചും ദീർഘദൃഷ്ടി കോൺകേവ് ലെൻസ് ഉപയോഗിച്ചും പരിഹരിക്കാം. ഓപ്ഷൻ ഡി ദീർഘദൃഷ്ടി കോൺകേവ് ലെൻസും ഉപയോഗിച്ചും അസ്റ്റിഗ്മാറ്റിസം സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ലെൻസ് ഉപയോഗിച്ചും പരിഹരിക്കാം. അതായത് ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത്, ലോങ് സൈറ്റ് പരിഹരിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്.
അതുപോലെ തന്നെ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസാണ്. പഠിച്ചു വെക്കണേ. അതായത് അതുപോലെ തന്നെ ഇതിൻ്റെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സംവ്രജന ലെൻസും വിവ്രജന ലെൻസും. എന്താണ്? ഉത്തല ലെൻസും അവതല ലെൻസും. ഈ പേരുകളൊക്കെ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കോൺകേവ്, കോൺവെക്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സംവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സാ. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഇപ്പം ചോദിക്കുന്നത്? ഇങ്ങനെ സംവ്രജന ലെൻസ് അഥവാ ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സാ. കോൺവെക്സ്. സംവ്രജനം എന്ന് പറഞ്ഞാൽ കോൺവെക്സ്, ഉത്തലം എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസാ. വിവ്രജനം അഥവാ അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ. അപ്പോൾ ദീർഘദൃഷ്ടി ലോങ് സൈറ്റ് പരിഹരിക്കുന്നത് സംവ്രജന ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് അഥവാ കോൺവെക്സ് ലെൻസ് ആണ്. എന്ത് പരിഹരിക്കുന്നത്? ലോങ് സൈറ്റ്, ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ് അഥവാ സംവ്രജന ലെൻസ് അഥവാ എന്താണ്? അവതല ലെൻസ്. ഇവിടെ ഉത്തരം ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസും എന്താണ് ഉപയോഗിച്ചത്? ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസും. അത് തെറ്റാണ്. അപ്പോൾ എന്താണ്? ഹ്രസ്വദൃഷ്ടി ഹ്രസ്വദൃഷ്ടി. അപ്പോൾ അത് ശരിയാണ്, അത് മാറിപ്പോയതാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ്. ഞാൻ ഇച്ചിരി മുമ്പ് അങ്ങോട്ട് പറഞ്ഞോളൂ, എനിക്ക് മാറിയതാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ് ലെൻസ് ശരിയാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് കോൺവെക്സ്. ഉത്തരം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട്. താഴോട്ട് പോകേണ്ട കാര്യമില്ല. 89ാമത്തെ ചോദ്യം. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്നിവയുടെ ഗണത്തിൽ ന്യൂമോണിയ ഉൾപ്പെടാത്തതിനുള്ള കാരണം എന്താണ്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്നിവയുടെ ഗുണത്തിൽ ന്യൂമോണിയ ഉൾപ്പെടാത്തതിനുള്ള കാരണം എന്താണ്? പകരുന്ന രോഗമല്ല, പകരുന്ന രോഗമാണ്. കൊതുക് പരത്തുന്ന രോഗമല്ല, വൈറസ് രോഗമാണ്. അപ്പോൾ ന്യൂമോണിയ ഉൾപ്പെടാത്തതിനുള്ള കാരണം ഏതാണ്? കൊതുക് പരത്തുന്ന രോഗമല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ന്യൂമോണിയ ഉൾപ്പെടാത്തതിനുള്ള കാരണം എന്താണ്? കൊതുക് പരത്തുന്ന രോഗം അല്ലാത്തത് കൊണ്ടാണ്. 90ാമത്തെ ചോദ്യം. വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഏതിനം ദർപ്പണമാണ്? അപ്പോൾ ലെൻസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോണേ. ലെൻസിൻ്റെ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കോൺവെക്സ് ലെൻസ് ആണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്താണ്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസ്. നമ്മളെ മൈക്രോസ്കോപ്പിൽ, നമ്മുടെ ക്യാമറകളിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. അതുപോലെ തന്നെ ഷേവിംഗ് മിററായിട്ടും ടോർച്ചിലെ റിഫ്ലക്ടറായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ്. പഠിച്ചു വെക്കണം. എന്താണ്? ടോർച്ചിലെ റിഫ്ലക്ടർ, ഷേവിംഗ് മിററായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് ലെൻസാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? കേറ്റൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും പുതിയ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.